ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഉള്ളി ചിക്കനാണ്. ഇതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചിക്കനാണ്. കഴുകി വൃത്തിയാക്കി വെള്ളം എല്ലാം കളഞ്ഞു വെച്ച ചിക്കനിലേക്ക് ഒരു മാരിനേഷൻ ഉണ്ട്. മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും വിനാഗിരിയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഇതൊന്ന് ആദ്യം മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. ഇങ്ങനെ ചെയ്തെടുക്കുന്നത് നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ചിക്കൻ കുഴച്ചെടുക്കുമ്പോൾ നല്ല മയം കിട്ടുന്നത് വരെയാണ് കുഴച്ചെടുക്കേണ്ടതും. അതിനുശേഷം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി മാറ്റി വെച്ചു കൊടുക്കാം. അരമണിക്കൂറിന് ശേഷം വീണ്ടും ചിക്കനിലേക്ക് ഒരു മാരിനേഷനും കൂടി ഉണ്ട്. ഈ സമയത്ത് ചിക്കനിലേക്ക് ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയുമാണ്. മുളക് പൊടിയൊക്കെ ചേർത്ത് ഒന്നുകൂടെ കുഴച്ചു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് നേരം കൂടെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ സവാള നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിനായിട്ട് പാൻ നല്ലതായിട്ട് ചൂടായി അതിന്റെ വെള്ളം എല്ലാം വറ്റിയതിനു ശേഷമായിരിക്കണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് മുരിയിച്ചെടുക്കേണ്ടത്. സവാള ഫ്രൈ ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ അതേ പാനിലേക്ക് തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസുകൾ കൂടി ചേർത്ത് ഒന്ന് നല്ല പോലെ വഴറ്റിയതിനു ശേഷം മൂടി വെച്ച് കൊടുക്കാം. ഇനി ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് നല്ല പോലെ ഇളക്കി ഒന്ന് മുരിയിച്ചു കൂടി എടുക്കാം. നല്ലോണം മുരിഞ്ഞു തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും എരിവിനാവശ്യമായ ചതച്ച മുളക് കൂടി ചേർത്ത് ഒന്നുകൂടെ മുരിയിച്ചു കഴിഞ്ഞാൽ വളരെ സ്വാദിഷ്ടമായ ഉള്ളി ചിക്കൻ ഇവിടെ റെഡിയാണ്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഫുൾ വീഡിയോ കണ്ട് ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.